അല്ലേ? ആഷ്മിക്ക് തുടരാം. ഞാൻ പറഞ്ഞു പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ അവിടെ മാത്രമല്ല, മഞ്ചേശ്വരത്ത് ഡീലാരോപണമുണ്ട്, കാസർഗോഡ് ഡീലാരോപണമുണ്ട്, പാലക്കാട് ഡീലാരോപണമുണ്ട്. ഇവിടെയൊക്കെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ആരോപണം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ NMR റസാക്കിനെ നിർത്തിയാൽ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുമോ, അത് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആക്കാനാണോ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം, ന്യൂനപക്ഷ വോട്ട് ഏകീകരണം, ഇത് നമ്മൾ കഴിഞ്ഞ കാലം കേൾക്കുന്നതാണ്. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിൽ ഇപ്പൊ റസാഖ് അവിടെ മത്സരിക്കുന്നു. അപ്പൊ ഇങ്ങനെ, കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു നാമധാരി ആയതുകൊണ്ടൊക്കെ ആണല്ലോ ഇങ്ങനെ ആളുകൾ ഇതൊക്കെ പറയാൻ കാരണം. നമ്മുടെ കഴിഞ്ഞ കാല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ലോക്സഭയിൽ പരിശോധിക്കുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം വോട്ടേഴ്സിനെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം. എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് വോട്ട് സ്പ്ലിറ്റ് ആവലും അത് സ്ഥാനാർത്ഥിയുടെ പരാജയ ജയകാരണം ഒക്കെ ആയിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായും വളരെ ഭംഗിയായും പറയാം. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മുസ്ലിം സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ കൂട്ടമായി വോട്ട് ചെയ്യും എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മുസ്ലിം ധ്രുവീകരണം ഉണ്ടാകുമെന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അവർ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പറ്റി അറിയാത്തവരാണ്, അത് പഠിക്കാത്തവരാണ്. കേരളത്തിലെ മുസ്ലിം സമുദായം കമ്മ്യൂണൽ അല്ല, അവരുടെ വോട്ട് പൊളിറ്റിക്കൽ വോട്ടാണ്. ഏതെങ്കിലും പച്ചലി നാട്ടിക്കാണിച്ചാൽ അതിന് പിന്നാലെ പോകുന്ന ആട്ടിൻകൂട്ടം അല്ല കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ചിന്തയുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുടെ ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ ഇങ്ങി വരും, അല്ലെങ്കിൽ ഇന്നയാളെ പരാജയപ്പെടുത്താം, അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിക്കെതിരെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം വില കുറച്ച് കാണുന്നവരാണ്. അതിലുപരി ആ സമുദായത്തെ അങ്ങേയറ്റം വില കുറച്ച് കാണുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്താൽ പിന്നാലെ കടിക്കാൻ വരുന്ന ആട്ടിൻകൂട്ടങ്ങളാണെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് തെറ്റായതാണ്. തർക്കമില്ല, നോ ഡൗട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.